നമസ്കാരം, ഞാൻ ദിനേശാണ്. ഇന്നിപ്പോൾ കാണിച്ചു തരുന്നത് ഒരു മൾട്ടി പെറ്റൽ മൾട്ടി ഗ്രാഫ്റ്റ് അഡീനിയത്തിലെ ഒരു കൊമ്പിലുണ്ടായ സിംഗിൾ പെറ്റൽ ചെടിയാണ് കേട്ടോ. നിങ്ങളടുത്ത് ഈ കളർ ഉണ്ടോ നോക്കുക. നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ മഴക്കാലത്ത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, എന്നാലും ഷെഡിൽ വെച്ചിട്ടൊക്കെ ചെയ്ത് നോക്കും. അപ്പോൾ ഇത്തരം ചെടികളൊക്കെ വേണ്ട ആളുകളൊക്കെ കോണ്ടാക്ട് ചെയ്തോളൂ. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇന്നലെ കണ്ടൊരു വീഡിയോ ആണ് കേട്ടോ. ആ ഇന്നലെ കണ്ട വീഡിയോയിൽ ഈ സാഫ് അല്ലെങ്കിൽ ഫംഗിസൈഡ് ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് അതായത് റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആയിരുന്നു. അതിൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല, മാസ്ക് ഇട്ടിട്ടില്ല എന്ന് ആദ്യമേ പറയുന്നു. ഞാനത് യൂസ് ചെയ്യുന്നില്ല, ആ പാക്കറ്റ് മാത്രമേ ഞങ്ങൾ പിടിച്ചിട്ടുള്ളൂ കേട്ടോ. അതായത് ആ വീഡിയോയിൽ കാണുന്നത് ഒരു വലിയ ടംബ്ലർ, വലിയൊരു പാത്രത്തിനകത്ത് സാഫ് കുടഞ്ഞിട്ട് അതിൽ വെള്ളമൊഴിച്ച് നന്നായി ഇളക്കുകയാണ്. കൈകൊണ്ടാണ് ഇളക്കുന്നത്. നന്നായി കൈകൊണ്ട് ഇളക്കിയിട്ട് അതിലേക്ക് അടീന്യം മുക്കി വെച്ച്, വേരൊക്കെ മുക്കി വെച്ച് റിപ്പോർട്ടിങ്ങിന് തയ്യാറാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ പറയാനുള്ളത് എത്രയാണ്, ഫംഗിസൈഡ്, പെസ്റ്റിസൈഡ്, ഹെർബിസൈഡ്, ഇതേപോലെ ഇൻസെക്ടിസൈഡ്, ഇങ്ങനെ വിഷകരമായ കുറേ സാധനങ്ങൾ നമ്മൾ ചെടികൾക്കും കൃഷിക്കൊക്കെ ഉപയോഗിക്കും. അതിൽ പെട്ടൊരു ഫംഗിസൈഡ് തന്നെയാണ് ഇത്. പച്ച ലേബലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരം സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായും ഏതാണെങ്കിലും ഗ്ലൗസും മാസ്കും ധരിക്കണം. കാരണം ആ കൈകൊണ്ട് ഇളക്കുന്ന സമയത്ത് അത് നഖത്തിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ പൊടികളോ തരികളോ അല്ലെങ്കിൽ ആ വെള്ളമൊക്കെ നിൽക്കും. ചിലപ്പോൾ നമ്മൾ കഴുകിയാലും അത് പോവില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് പോകും. ഇത് എത്രത്തോളം ശരീരത്തിന് ഹാനികരമാണെന്നൊന്നും എനിക്ക് പറയാൻ വയ്യ. എന്നാൽ ഇത് ആഹാര സാധനമല്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഇത് എൻ്റെയോ നിങ്ങളുടെയോ ഭക്ഷണ സാധനമല്ല. ഭക്ഷണ സാധനമല്ലാത്ത ശരീരത്തിന് ദോഷമുള്ള എന്ത് കയറിയാലും അത് പുറത്തേക്ക് തള്ളാൻ പല മാർഗങ്ങളിലൂടെ ശരീരം ശ്രമിക്കും, അല്ലെങ്കിൽ അത് ശരീരത്തിന് ദോഷകരമാവും. അപ്പോൾ ആ വീഡിയോയിൽ കാണുന്നത് പോലെ കൈ കൊണ്ട് ഇളക്കിയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ കയ്യിൽ ചിലപ്പോൾ അലർജിക്കുള്ളൊരു സാധ്യത. രണ്ടാമത് അത് ഏത് തരത്തിലാ വിഷകരമായി ബാധിക്കുക എന്നറിയില്ല, നഖത്തിൻ്റെ ഉള്ളിലൂടെ. ഇങ്ങനെയൊക്കെയാണ് പലതരം അപകടങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പോപ്പുലർ ആണെങ്കിൽ, നിങ്ങൾ കൂടുതൽ പ്രശസ്തരാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ മറ്റുള്ളവർ അനുകരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ അഡീനിയം ലവേഴ്സായ കുട്ടികളുണ്ടായിരിക്കാം, മുതിർന്നവർ, ഇതെല്ലാവരും ഇതൊരു പ്രശ്നമേ അല്ല, ഇത് വിഷകരമായ കാര്യമല്ല എന്നുള്ള തരത്തിൽ കൈ കൊണ്ടൊക്കെ നന്നായി ഇളക്കും. ചിലപ്പോൾ അവരറിയാതെ കൈ കഴുകാതെ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചു എന്ന് വരാം. റിക്വസ്റ്റ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, ഗ്ലൗസും മാസ്കും ഉപയോഗിച്ച് ഇത്തരം ആക്ടിവിറ്റി ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക. നിങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ അനുകരിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എന്തായാലും ഇത് ഭക്ഷണ സാധനമല്ല എന്ന് പറയില്ലേ, പക്ഷെ നമുക്ക് എപ്പോഴും ഉപയോഗമുള്ള ഒരു സാധനമാണ് ഈ ഫംഗിസൈഡ്. അതിൻ്റെ ഒരു ലേബലാണ്, പേരാണ് സാഫ്. മാംഗോ സെബ് എന്ന പേരിൽ ഇത് മുന്നേ ഉണ്ടായിരുന്നു. അതേപോലെ കാർബൻഡാസിം എന്ന് പറഞ്ഞ കണ്ടന്റോട് കൂടിയിട്ടൊരു സാധനമാണ് ഇത്. നമ്മളുടെ പൂപ്പൽ ബാധ, എൻ്റെ ചെടികൾക്കൊക്കെ പൂപ്പൽ ബാധ ഉണ്ടാകുമ്പോൾ ലൈറ്റ് ഡോസായിട്ട് മാസ്ക് ഇട്ടിട്ടും ഗ്ലൗസ് ഉപയോഗിച്ചിട്ടും ലൈറ്റ് ഡോസായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അപൂർവമായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുള്ളൂ. നമ്മളെ പോട്ടിംഗ് മിക്സ്, നമ്മളെ രീതി കാരണം കൊണ്ട് പരമാവധി ഫംഗസ് കുറവാണ്, എന്നാലും ഇത് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ചെറിയ തോതിൽ ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായും ഗ്ലൗസും കാര്യം വേണം. ഞാൻ ഇപ്പോൾ ഇത് പറയണത് എന്താ പറയുക, ഇത്തരം സാധനങ്ങൾ ശരീരത്തിലെത്തിയിട്ട് ഏതെങ്കിലും അപകടകരമായ അവസ്ഥയിൽ വരുമ്പോൾ, ഇപ്പോൾ നമ്മളെ എന്താ പറയുക, അരളിച്ചെടിയുടെ കഥ വന്ന പോലെ ഒരു കാരണം ഇതുകൊണ്ട് എന്നുള്ള തരത്തിൽ ചിലപ്പോൾ ഒരു തരം വിഭാഗം ചെടികൾ തന്നെ നശിപ്പിക്കപ്പെട്ടേക്കാം. അങ്ങനെയുള്ള അവസ്ഥയിൽ എല്ലാ ചെടികളും ഭൂമിയിൽ ഒരേപോലെ നിൽക്കുന്ന ഒരു ഇതാണ് നമ്മളെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് നല്ലത്. അതിന് നമ്മൾ കാരണമായിട്ട് ഒരു അവസ്ഥ വരാതിരിക്കാനാണ് ഈ അഡീനിയം വളർത്തുന്ന ആളുകൾ ഇനി അഡീനിയത്തെ വെട്ടി നശിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ അതിൻ്റെ കെയറിങ് കൃത്യമായി ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളെ ഓർമ്മിപ്പിക്കുന്നു. ഇത് പ്രത്യേകം പറയാനുള്ള മറ്റൊരു കാരണം, ഒരു 3 മാസം മുന്നേ ഇറങ്ങിയ മറ്റൊരു വീഡിയോയിൽ കുന്നോളം കൂട്ടിയിട്ട പോട്ടിംഗ് മിക്സിലേക്ക്, അതായത് മണ്ണ്, മണല്, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, വേപ്പ് മണ്ണാക്ക്, ഇതെല്ലാം കുന്നോളം കൂട്ടിയിട്ടിട്ട് ഇങ്ങനത്തെ ഫംഗിസൈഡ്, പല കമ്പനികളുടെയും ഫംഗിസൈഡ്, ഈ ഫംഗിസൈഡ് അതിലേക്ക് വെതറുകയാണ്. അതിൻ്റെ നിൽക്കുന്ന ആള് തന്നെയാണ് അത് വെതറിയിടുന്നത്. കൈ കൊണ്ട് എടുത്ത് വെതറുന്നു, കവറ് കൊണ്ട് വെതറുന്നു. ഇത് മുഴുവൻ അന്തരീക്ഷത്തിൽ വ്യാപിക്കും, നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തും. എന്തായാലും നമുക്കത് പല തരത്തിലുള്ള അലർജി പോലത്തെ സംവിധാനങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി, ഒരു കീടനാശിനി എന്നല്ല, ഒരു ഫംഗിസൈഡ് എന്നല്ല, ഒരു പെസ്റ്റിസൈഡ് എന്നല്ല, ഒരു സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ് എന്നല്ല, ഏതും അതിൻ്റെതായ ഗൗരവത്തോടു കൂടി ഉപയോഗിക്കാൻ പഠിക്കുക.
അത് പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരം വീഡിയോ ചെയ്യുന്ന ആളുകൾ തെറ്റായ സന്ദേശമാണ് നൽകുന്നതെങ്കിൽ അത് മാറ്റുക. കാരണം നമ്മളുടേത് ആണ് മറ്റുള്ളവരെ അനുകരിക്കുകയെങ്കിൽ നല്ല ശീലങ്ങൾ അനുകരിക്കാൻ അവർ പ്രേരിപ്പിക്കുക. ഇനി എത്ര ചിലപ്പോൾ കൈ കഴുകിയാലും കയ്യിലെ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങിയിട്ടുള്ളതിൻ്റെ അംശങ്ങൾ പോകാൻ സാധ്യത കുറവായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇനി ആ വീഡിയോ, അത്തരം വീഡിയോ കണ്ട് അനുകരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ശരീരത്തിൻ്റെ അപകടാവസ്ഥ ഉണ്ടാക്കാവുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുക, നല്ല രീതിയിൽ അടിയനെയും വളർത്തുക. മഴക്കാല സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അടിയനീയത്തെ കേടുകൂടാതെ നിർത്തുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഓക്കെ, താങ്ക് യു.